അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കിതാബ് നസായിഹിൽ ഇബാദ് ഈ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണ്. അൻ ബഅദിൽ ഹുക്കമായി, ചില ജ്ഞാനികൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: മനിസ്തഅസമ ബി അഖ്ലിഹി ളല്ല. ആരെങ്കിലും അവൻ്റെ ബുദ്ധിശക്തിയിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ അവൻ പിഴച്ചു പോകും. ആരെങ്കിലും തൻ്റെ ബുദ്ധിശക്തിയിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ, അതിൽ നിഗളിക്കുകയാണെങ്കിൽ അവൻ പറ്റെ പിഴച്ചു പോകും. മനിസ്തഗ്ന ബി മാലിഹി. ആരെങ്കിലും തൻ്റെ ധനം അത് കാരണത്താൽ സ്വയം പര്യാപ്തി കൈവരിച്ചവനാണ് എന്ന വിചാരം ഉണ്ട് എങ്കിൽ കല്ല, അവൻ പറ്റെ കുറഞ്ഞു പോകും. അവൻ അസ്സ ബി മഖ്ലൂഖിൻ. ആരെങ്കിലും ഏതെങ്കിലും സൃഷ്ടികളെ കൊണ്ട്, അല്ലാഹു തആല സൃഷ്ടിച്ച ഏതെങ്കിലും സൃഷ്ടികളെ കൊണ്ട് ഞാൻ ഉയർന്നവനാണ് ആ കാരണത്താൽ എന്ന വിചാരമുള്ളയാളാണ് എങ്കിൽ ഇതല്ല, അവൻ നിന്ദ്യനായിത്തീരുകയും ചെയ്യും. 3 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഒന്നാമത്തത് ബുദ്ധി, അതിനെ മുറുകെ പിടിക്കുക. നല്ല ബുദ്ധിശക്തിയുണ്ട്, എനിക്ക് എന്തും ചിന്തിച്ച് കണ്ടെത്താൻ സാധിക്കും, ഞാൻ നല്ല അറിവുള്ളവനാണ്, എൻ്റെ കുടുംബം നല്ല വിവരമുള്ളവരാണ്, ഞങ്ങളൊക്കെ ബുദ്ധിശക്തി കൊണ്ട് ലോകത്തെ മുഴുവൻ അതിജയിക്കാൻ കെൽപ്പുള്ളവരാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ ഇനി ആർക്കും സാധ്യമല്ല എന്ന ചിന്ത ബുദ്ധിയെ വെച്ചുകൊണ്ട് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അല്ല, അവൻ വഴി പിഴച്ചു പോകും. ആ ബുദ്ധിക്ക് മുകളിൽ മറ്റ് ഒന്നുണ്ട്, ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന മറ്റൊന്നുണ്ട് എന്ന് വിചാരമില്ലാതെ ബുദ്ധി മാത്രം മതി എന്ന ചിന്തയിലേക്ക് ഒരാൾ ചെന്നാൽ അതോടുകൂടി അയാൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്കെത്തും, അവൻ പറ്റെ പിഴച്ചു പോകും. രണ്ടാമത് പറഞ്ഞത് വമനിസ്തഗ്ന ബി മാലിഹി ഖല്ല. ധനം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ആരെങ്കിലും സ്വയം പര്യാപ്തി കൈവരിച്ചു എന്ന് അഹങ്കരിക്കുന്നുവെങ്കിൽ, എന്ന് തോന്നുന്നുവെങ്കിൽ, അതായത് എനിക്ക് സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികളൊക്കെ വന്നതെന്ന് വെച്ചാൽ എന്നെ ചികിത്സിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ ധനമുണ്ട്, അതുപോലെ തന്നെ എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താൻ എൻ്റെ ധനപരമായ കഴിവുകൊണ്ട് സാധിക്കും, എനിക്ക് ഈ ധനം കൊണ്ട് ഒരുപാട് സ്വാധീന ശക്തിയുണ്ട്, എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ ഈ ധനം ധാരാളം മതി എന്ന രൂപത്തിലുള്ള ചിന്ത ആർക്കെങ്കിലും പിടിപെട്ടാൽ കല്ല, അവൻ പറ്റെ കുറഞ്ഞുപോയി, പറ്റെ താന്നു പോകും. അവൻ്റെ ആ ബഹുമതി എന്ന് വിചാരിക്കുന്ന സാധനം അത് താഴോട്ട് അവനെ പറ്റെ കീഴ്പോട്ട് കൊണ്ടുപോകും എന്നാണ്. മൂന്നാമത് പറഞ്ഞത് വമൻ അസ്സ ബി മഖ്ലൂഖിൻ. ഇതല്ല, ആരെങ്കിലും ഏതെങ്കിലും സൃഷ്ടിയെക്കൊണ്ട് ഇസ്സത്തുള്ളവനായി, പ്രതാപമുള്ളവനായി കരുതുന്നുവെങ്കിൽ, അതായത് കൃഷിപരമായ ഉയർച്ചയാവാം, വ്യാവസായികമായ ഉയർച്ചയാവാം, ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള ബന്ധം അതാകാം, പ്രശസ്തിയാകാം, ഇങ്ങനെ എന്തെങ്കിലും അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ കൊണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടികളെ കൊണ്ട്, അത് ജീവനുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടികളെ കൊണ്ട് ഞാൻ തിരക്കിടില്ല, ഞാൻ ഉയരത്തിലാണ്, ഇതൊക്കെ എൻ്റെ അടുത്തുള്ളതാണ്, ഇവരെല്ലാം എന്നെ നോക്കിക്കൊള്ളും, ഇതെല്ലാം എന്നെ സംരക്ഷിക്കും എന്ന രൂപത്തിൽ ആർക്കെങ്കിലും ഒരഹങ്കാരം ഉള്ളിലൂടെ വന്നുവെങ്കിൽ ഇതല്ല, അവൻ പറ്റെ നിന്ദ്യനായി പോകും, ഒന്നിനും പറ്റാത്തവനായിത്തീരും. കാരണം ഇതൊക്കെ ഏത് സമയത്തും നമ്മിൽ നിന്ന് അഴിഞ്ഞ് പോകാവുന്നതാണ്, ഏത് സമയത്തും നമ്മിൽ നിന്ന് അത് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാവുന്നതാണ്. ഇതിനൊന്നും ഒരു മൂല്യവും
യഥാർത്ഥ മൂല്യവും കാണാൻ നമുക്ക് സാധ്യമല്ല എന്ന ചിന്തയിലേക്ക് എത്തിയില്ല എങ്കിൽ അവൻ അതോടുകൂടി തന്നെ പറ്റ നിന്ദ്യന്മാരുടെ കൂട്ടത്തിലേക്ക്, അധപ്പതിച്ച ആളുകളുടെ കൂട്ടത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. ഈ 3 കാര്യത്തിന് മുകളിൽ ദൈവം തമ്പുരാൻ്റെ ഉറച്ച തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ പിന്തുണയുമാണ് വേണ്ടത് എന്ന ചിന്തയിലേക്ക് എത്തിയാലേ രക്ഷപ്പെടുകയുള്ളൂ. നാം അതിലേക്ക് എത്തുക. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.